അഖിൽ NRDയുടെ ഭാര്യ ഇപ്പോൾ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഒരു സംഭവമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് എന്താണ് നടന്ന സംഭവം എന്നുള്ളത് കറക്റ്റായിട്ട് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഞാൻ ആദ്യം അതൊന്ന് വായിക്കാം. അതായത് ഒരു പോസ്റ്റായിട്ടാണ് പുള്ളിക്കാരത്തി ഇട്ടതെന്ന് പറയുന്നത്. ആ പോസ്റ്റ് എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. ഞാൻ ഇറങ്ങി വന്നു എന്നുള്ളത് സത്യം. അതായത് പുള്ളിക്കാരത്തി ഇറങ്ങിപ്പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അതായത് ആ CCTV കണ്ടത് സത്യമാണ് എന്നുള്ള തരത്തിൽ തന്നെ ആയിരിക്കണം പുള്ളിക്കാരി സമ്മതിക്കുന്നത്. അതോടൊപ്പം തന്നെ 10 ദിവസം ഞാൻ അനൂപിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. 10 ദിവസം പുള്ളിക്കാരത്തി ഇറങ്ങിപ്പോയിട്ട് അനൂപിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അച്ഛനെ കാണാൻ വീട്ടിൽ പോയി. അപ്പോൾ എടുത്ത ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അന്ന് ഇട്ട പോസ്റ്റ്, ഈ പുള്ളിക്കാരത്തി ആദ്യമായിട്ട് പോയതിന് ശേഷം ഇട്ട ഒരു പോസ്റ്റ് അച്ഛൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ആ ഫോട്ടോ പുള്ളിക്കാരത്തി അച്ഛൻ്റെ വീട്ടിൽ ഒരു ദിവസം പോയപ്പോഴത്തേക്ക് എടുത്ത ഫോട്ടോയാണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് തിരികെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അനൂപിന്റെ വീട്ടിൽ തിരിച്ചു വന്നു. ഇപ്പോഴും ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അനൂപിന്റെ കൂടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. അനൂപിന്റെ കൂടെ തന്നെ പുള്ളിക്കാരത്തി ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയല്ല. ഓക്കെ. അതോടൊപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നതിന് എൻ്റെതായ കാരണങ്ങളുണ്ട്, സ്വാഭാവികം. അത് എനിക്ക് പബ്ലിക്കിന്റെ മുന്നിൽ പറയാൻ യാതൊരു താല്പര്യവും ഇല്ല. ഓക്കെ. മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ കുറ്റങ്ങൾ പറയില്ല എന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ കുറ്റം പറയത്തില്ല എന്നുള്ളത്. ആരായിട്ടാണ്? അഖിലുമായിട്ടാണ് എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയത്തില്ല എന്ന്. ഓക്കെ. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പുള്ളിയോ ഞാനോ നേരിട്ട് വന്ന് ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. അതായത് പുള്ളിക്കാരൻ്റെ പേര് പോലും ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല. ഈ പുള്ളിക്കാരൻ എന്നൊക്കെയാണ് മെൻഷൻ ചെയ്യുന്നത്. ആരെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. പറഞ്ഞിട്ടില്ല. ഓക്കെ. പിന്നെ സുഹൃത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾ പലതും പറയും, അതാരും വിശ്വസിക്കേണ്ട. അത് ആർക്കായിട്ടുള്ള കുത്താണല്ലോ ശരിക്കും പറഞ്ഞ. എന്തായാലും കൊള്ളാം. ഇത് വായിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞ എന്താ പറയാ, ഒളിച്ചോട്ടത്തെ എന്തോ ന്യായീകരിക്കുന്ന പോലെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നിയത്. ഈ സംഭവം ഈ പറഞ്ഞ രീതിയിൽ എന്താ പറയാ, ഒളിച്ചോടി പോവും. ഇപ്പോൾ എന്താ പറയാ, ഒരു ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ഇറങ്ങിപ്പോവുക ഒക്കെ സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിൽ വേറൊരു കാര്യമുണ്ട്. കാരണം എന്ന് പറയുന്നത്, ഈ ഒളിച്ചോടി പോയ ഈ ഇറങ്ങിപ്പോയ വ്യക്തി എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടപ്രായം ഇറങ്ങിപ്പോയി. ഈ ഇറങ്ങിപ്പോയ വ്യക്തി എന്ന് പറയുന്നത് ഒരാളെ കല്യാണം കഴിച്ചിട്ട് അയാളുടെ ഭാര്യയായിട്ട് നിൽക്കുന്ന ഒരു ആളാണ്. അതും കൂടെ നമ്മൾ ചിന്തിക്കണ്ടേ? ഇപ്പോൾ കല്യാണം കഴിക്കാതെ അല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇറങ്ങിപ്പോയെങ്കിൽ ശരി, അവിടെ നമുക്ക് മനസ്സിലാക്കാം. ഇത് വേറൊരാളുടെ ഭാര്യ വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നുള്ള തരത്തിലല്ലേ നമ്മളിത് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പം ഇനി എന്തൊക്കെ പറഞ്ഞാലും അത് ആ ഒരു കണ്ണുകൊണ്ടാണല്ലോ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രീതിയിൽ എന്താ പറയുക, എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ടാവും. അങ്ങനെ ഇപ്പോൾ ഞാൻ കാര്യം ചെയ്യട്ടെ, പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാത്ത ഒരു ഫാമിലിയോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇല്ല. പലതരത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. ഇപ്പം ഈ പറയുന്ന മേഘയ്ക്ക് അവിടെ നിൽക്കാനായിട്ട് താല്പര്യമില്ല, പ്രശ്നങ്ങളാണ്, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ കുട്ടിക്ക് എന്താ പറയുക, അവിടെ ഡിവോഴ്സിന് കൊടുത്തൂടെ? ഡിവോഴ്സ് ചെയ്ത് മാന്യമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. എന്തിനാണ് ഇത്രയധികം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ചർച്ചാ വിഷയം കാര്യങ്ങളും ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു അലമ്പ് രീതിയിലോട്ട് കാര്യങ്ങൾ മാറ്റേണ്ട വല്ല ഇതുകൊണ്ടായിരുന്നു? ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് അത് കിട്ടാൻ ചിലപ്പോൾ കുറച്ചൊന്ന് വൈകുമായിരിക്കാം. ഇപ്പോൾ ആ വ്യക്തിക്ക് അവരുടെ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണല്ലോ അവിടെ ഇറങ്ങി വേറെ ആളുടെ കൂടെ പോയെന്ന് പറയുന്നത്. സ്വാഭാവികം ഇപ്പം അച്ഛൻ്റെ വീട്ടിൽ പോയി നിന്നെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ അച്ഛൻ ഈ പറഞ്ഞ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യം മാറുമെങ്കിൽ ആ സമയത്തെ അച്ഛൻ്റെ വീട്ടിലേക്ക് പൊക്കൂടായിരുന്നോ? ഈ പറയുന്ന മേഘയുടെ വീട്ടിൽ പോയി നിന്നാൽ പോരായിരുന്നോ? അവിടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നോ? ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഭർത്താവായിട്ട് ഒന്നിച്ചു പോകാൻ പറ്റില്ല, അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്, എനിക്ക് ഇനി ഒരു തരത്തിൽ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെയൊന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ പറയുന്ന രീതിയിൽ ആ വീട്ടിൽ നിന്ന് മാറിയിട്ട് സ്വന്തം വീട്ടിൽ പോയി നിൽക്കാമല്ലോ. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അവരുമായിട്ടുള്ള ബന്ധം വേർപെടുത്തി ഈ പറയുന്ന വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ഒരുമിച്ച് ജീവിക്കുക, കല്യാണം കഴിക്കുക, എന്ത് വേണോ ചെയ്യാമായിരുന്നല്ലോ. ഇതുപോലെ ഒരു തരത്തിലുള്ള നാറ്റക്കേസായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറത്തില്ലായിരുന്നല്ലോ. ഇതൊരു ചർച്ചാ വിഷയമായി മാറുന്ന തരത്തിലോട്ടോ ഇത് ഇത്രയധികം ഒരു ഇതാവുന്ന തരത്തിലോട്ടോ കാര്യങ്ങൾ മാറത്തില്ലായിരുന്നല്ലോ. അപ്പം അവിടെയാണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. അതായത് ചെയ്ത കാര്യം നമ്മൾ എന്താ പറയുക, ന്യായീകരിച്ചിട്ടോ അല്ലെങ്കിൽ വെളുപ്പിച്ചിട്ടോ കാര്യമില്ല. ചെയ്ത കാര്യം അത് ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് ആ വ്യക്തിയുടെ ഇഷ്ടമാണ്. പക്ഷെ ഈ ഒരു തരത്തിൽ മാന്യമായിട്ടുള്ള രീതിയിൽ ഇതുപോലെ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. അത് വിട്ടുകൊണ്ട് ഈ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത് കൊണ്ടാണ് ഇത്രത്തോളം പ്രശ്നം വഷളായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഉറഞ്ചം അലക്കുന്ന തരത്തിലോട്ട് ഓരോരുത്തർ കാര്യങ്ങൾ മാറിയെന്ന് പറയുന്നത്. ഇതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെങ്കിൽ
അതുപോലും ചിന്തിക്കാനായിട്ടുള്ള ഒരു ഇത് കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്ത് പറയാം. കാരണം സ്വാഭാവികമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ എന്തുമാത്രം ഡിവോഴ്സ്, എന്തുമാത്രം ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തവർ രണ്ടായി പിരിയുന്നു, ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിനൊക്കെ തന്നെ ഒരു 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 ഇതുണ്ട് എന്ന് വെച്ചാൽ ഒരു നേർവഴിയുണ്ട്. ആ നേർവഴി കൂടെ പോയിട്ട് ഡിവോഴ്സ് വാങ്ങിച്ച് പിന്നെ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക. ഓക്കെ, അപ്പോൾ അയാൾക്കും പ്രശ്നം ഉണ്ടാകത്തില്ല, ഈ പറയുന്ന നമുക്കും പ്രശ്നം ഉണ്ടാകത്തില്ല, എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഇതല്ല, ഇത് ഉടനെ ഒരു ദിവസം ഇറങ്ങി പോയെന്ന് പറയുന്നത്, അതും കല്യാണം കഴിച്ച ഒരു വ്യക്തി, ഒരു ഭർത്താവുള്ള ഒരു വ്യക്തി. അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ അറിയുന്ന ഒരു വ്യക്തിയുടെ ഭാര്യയാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള പലതരത്തിലുള്ള സംഭവം. കാരണം ഒരു കോണ്ടന്റ് എന്ന് പറയുന്ന സാധനം കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് കുറേ എണ്ണം. അപ്പോൾ പിന്നെ അവർ പല രീതി പലതരത്തിൽ അത് ഇതാക്കും. അപ്പോൾ ഇതിനൊക്കെ വഴി ഉണ്ടാക്കി കൊടുത്തത് എന്താണ് ശരിക്കും പറഞ്ഞാൽ, എന്തിനാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇപ്പോൾ മേഘയുടെ ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ വന്നിരിക്കും, ഇതാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിന് താഴെ കമന്റ് ബോക്സ് എന്തായാലും ഓപ്പ് ചെയ്തിട്ടില്ല. കമന്റ് ബോക്സിൽ നല്ല രീതിക്കുള്ള ഒരു എന്താ എയറിൽ കെട്ടുന്ന സംഭവങ്ങളൊക്കെ തന്നെ അതിൻ്റെ അകത്ത് കുറേ പേര് ഇങ്ങനെ എഴുതി ചേർക്കുന്നുണ്ട്. എന്തായാലും കമന്റ് ബോക്സ് ഇതിൽ ഓഫ് ചെയ്തിട്ടില്ല. എന്തായാലും കൊള്ളാം സംഭവം. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. അവരുടെ ഇഷ്ടം, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. കാരണം എന്തായാലും ഇങ്ങനെ ആയിപ്പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ പറഞ്ഞ രീതി അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല. ഈ പറയുന്ന മേഘയ്ക്കോ അഖിലിനോ ആ പറഞ്ഞ രീതിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്, അതാണ് ഇതാണെന്നൊക്കെയാണ് പറയുന്നത്. പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അവരുടെ ഇഷ്ടം, ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് മ്യൂച്വലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആ ഒരു രീതിയിൽ എന്താ പറയുക, ഈ ഒരു ബന്ധം മുന്നോട്ട് പോകത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ ആ കുട്ടി വേറെ ആളുടെ പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അഖിലായാലും അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി അവരുടെ ഇഷ്ടം, അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മുന്നോട്ട് പോട്ടെ. അല്ലാതെ ഇതിൻ്റെ അകത്ത് എന്താ പറയുക, നാട്ടുകാർക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് റോൾ എന്തായിരിക്കും.